ഹായ് നമസ്കാരം പ്രിയ അക്ഷയ സംരംഭകരെ പ്രവർത്തകരെ. നമ്മുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ടെക്നിക്കൽ പ്രോബ്ലംസിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടി യാതൊരുവിധ ടെക്നിക്കൽ പരിചയമില്ലാത്ത ഒരു സ്റ്റാഫിന് പോലും ഫോട്ടോഷോപ്പ്, വേഡ് തുടങ്ങിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ ഒറ്റ ക്ലിക്കിൽ വർക്കുകൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സോഫ്റ്റ്വെയർ. അതിനാൽ ഞാൻ എൻ്റെ പ്രവൃത്തി പരിചയത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് AI-tools.in.net എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇത് സന്ദർശിച്ച് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വീഡിയോ കൂടുതൽ ഡീപ്പായി മനസ്സിലാക്കുന്നതിന് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതിന് നമുക്കൊരു ലോഗിൻ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്യുക. യൂസർ ഐ ഡിക്കും പാസ്വേഡും വേണ്ടി ഇവിടെ യൂസർ സൈനപ്പ് ഉണ്ട്. അവിടെ നമ്മുടെ സെൻറ്റർ കോഡ്, ഓണർ നെയിം, മെയിൽ ഐ ഡി, മൊബൈൽ പാസ്വേഡ് എന്നിവ കൊടുത്ത് സൈനപ്പ് ചെയ്യുക. എനിക്ക് ആൾറെഡി ഒരു യൂസർ നെയിം പാസ്വേഡും ഉണ്ടായതുകൊണ്ട് അത് ഉപയോഗിച്ച് ഞാൻ ഇവിടെ യൂസർ ലോഗിൻ ചെയ്യുകയാണ്. യൂസർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു യൂസർ പാനലാണിത്. നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കാണും, നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണും. ഇതാണ് നമ്മുടെ വർക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഏകദേശം സർവീസസ്, AI ടൂൾസ്, ഫോംസ്, ഡൗൺലോഡ്സ്, പോസ്റ്റേഴ്സ്, നോട്ടിഫിക്കേഷൻസ്, ആക്സസറീസ്, സർവീസ് ഡോക്യുമെന്റ് അഡ്വൈസർ, വീഡിയോസ്, ഓൺലൈൻ സ്റ്റോർ, പ്രോജക്ട്സ്, ഓഫീസ് ടൂൾ ആൻഡ് പ്രൊഫൈൽ. ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അക്ഷയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായി സർവീസസ് എന്ന് പറയുന്ന മോഡ്യൂൾ എന്താണെന്നൊന്ന് നോക്കാം. സർവീസസ് എന്ന് പറയുന്ന മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം, നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ഫേക്ക് സൈറ്റുകളാണ്. ഒരു ജോബ് ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി ഫേക്ക് സൈറ്റുകൾ കാണാം. പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം, പല സ്റ്റാഫുകളും ഈ ഫേക്ക് സൈറ്റുകളിലോട്ട് സെർച്ച് ചെയ്ത് പോകുന്ന ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ സർവീസസിനകത്ത് ഒരു സെർച്ച് എഞ്ചിൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായ എല്ലാ ലിങ്കുകളും നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഒരു പുതിയൊരു പ്രോജക്റ്റ് വരുമ്പം അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് ചിലർ ഭയങ്കര പ്രയാസം നേരിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനെല്ലാം ഉള്ള ഒരു പരിഹാരമാണ്. അതെല്ലാം നമ്മൾ ഡെയിലി ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, ആധാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആധാറുമായിട്ട് ബാങ്ക് സീഡിങ്, ആധാർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ PVC കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ്, ഇതെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ കിട്ടും. മറ്റേ നമ്മൾ ആധാറിൻ്റെ സൈറ്റിൽ കയറി ഓരോന്നായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പോകേണ്ടി വരുന്ന ഒരു ഡിലേ നമ്മൾ നേരിടാറുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ആ ഡയറക്റ്റ് സൈറ്റിലോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകും. അപ്പം അത്തരത്തിലുള്ള സെർച്ച് എഞ്ചിനായിട്ടാണ് നമ്മൾ ഈ സർവീസസ് എന്ന് പറയുന്ന മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് AI ടൂൾസ്. ആധുനിക AI സാങ്കേതിക വിദ്യയോടുകൂടി ഡെവലപ്പ് ചെയ്ത ഒരു 20ഓളം സോഫ്റ്റ്വെയർ പാക്കേജാണ് ഈ AI ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് ഈ രണ്ട് സോഫ്റ്റ്വെയർ ഇപ്പം ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആദ്യമായി PVC കാർഡ്. ഇപ്പം നമുക്ക് ഒരുപാട് PVC കാർഡുകളുടെ ഓർഡറുകൾ വരാനുണ്ട്. ഇപ്പം ഡ്രൈവ് ലൈസൻസും RC ബുക്കും എല്ലാം PVC കാർഡ് ആയതിനു ശേഷം അക്ഷയ ത്രൂ ഒരുപാട് ഓർഡറുകൾ വരാൻ ഉണ്ട്. അപ്പം ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സ്റ്റാഫിന് പോലും വളരെ സിമ്പിളായിട്ട് ഒരു കാർഡ് കട്ട് ചെയ്ത് പ്രിൻ്റ് ആക്കി കൊടുക്കാൻ ഉതകുന്ന രീതിയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിന് 2 പേപ്പർ സൈസ് ഉണ്ടല്ലോ. ഒരു A4 പേപ്പർ സൈസും ഉണ്ട്, അതുപോലെ തന്നെ 4x6 പേപ്പർ സൈസും ഉണ്ട്. കോമൺ ആയിട്ട് കാർഡുകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് 4x6 ഫോട്ടോ പേപ്പറാണ്. ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്യുക. അടുത്തത് സൈഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പ്രിന്റ് സൈഡ്, അതായത് സിംഗിൾ സൈഡ് ആണോ ഡബിൾ സൈഡ് ആണോ. സിംഗിൾ സൈഡ് എന്ന് പറയുന്നത് ഒരു പേജിന്റെ ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ട് ഇമേജും ബാക്ക് ഇമേജും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സിംഗിൾ സൈഡ് എന്ന് പറയുന്നത്. ഡബിൾ സൈഡ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഇമേജ് പേപ്പറിന്റെ ഒരു സൈഡിലും ബാക്ക് ഇമേജ് അതിന് നേരെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിലുമായിട്ട് കൊടുക്കുന്നതാണ് ഡബിൾ സൈഡ്. ഓക്കെ, നമുക്കിവിടെ ഡബിൾ സൈഡ് കൊടുക്കാം. കോമൺലി യൂസ് ചെയ്യുന്ന ഡബിൾ സൈഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഒന്നുകിൽ ഒരു ഇമേജിൽ നിന്ന് നമുക്കൊരു PVC കാർഡ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആധാർ, വോട്ടർ ID, വെഹിക്കിൾ RC, നോർക്ക ID, ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവാസി വെൽഫെയർ കാർഡ്, പാൻ കാർഡ്, PDF. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വരാത്തത് നമുക്ക് ഈ PDF ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യമേ നമുക്കൊരു ആധാർ കാർഡ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായി നമ്മളൊരു ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇതാ വളരെ സിമ്പിളായിട്ട് തന്നെ ആ കാർഡ് കട്ടായി വന്നിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ആയതുകൊണ്ട് ഈ ഫ്രണ്ട് പേജ്, ഫസ്റ്റ് പേജ് നമ്മളിത് പ്രിന്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇമേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളൂ. നമ്മൾ ജസ്റ്റ് സെക്കൻഡ് ഇമേജ് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ,
അപ്പോൾ അടുത്തത് നമുക്കൊരു വോട്ടർ ഐ ഡി കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വോട്ടർ ഐ ഡി ഇവിടെ കട്ടായിട്ടുണ്ട്. അടുത്തൊരു RC ബുക്ക് കട്ട് ചെയ്ത് നോക്കാം. RC ബുക്കും ഇവിടെ PVC കാർഡ് ടൈപ്പിൽ കട്ടായി. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നോക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് വളരെ സിമ്പിളായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിയും. ഇനി നമുക്കൊരു PDF നിന്നും എങ്ങനെ ഒരു കാർഡ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് എന്തുണ്ട്, ഒരു ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു ബോക്സ് ഡ്രോ ചെയ്യുക. കാർഡ് പരുവത്തിലൊരു ബോക്സ്, നമുക്ക് വേണ്ടുന്ന പോർഷനിലൊരു ക്രോപ്പ് ബോക്സ് വരയ്ക്കുക. കൺഫേം ക്രോപ്പ് കൊടുക്കുക. ദെൻ സെക്കൻഡ് ഇമേജ് കട്ട് ചെയ്യുക. ഓക്കെ, കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് PVC കാർഡ് ഇങ്ങനെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ടൂളാണ് ഇമേജ് റീസൈസ്. അറിയാം, വിവിധ ആപ്ലിക്കേഷനുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടനവധി ഈ ഫോട്ടോസിൻ്റെയൊക്കെ റീസൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു ഫോട്ടോ നമുക്കൊരു അപ്ലോഡ് ചെയ്യാം. ഒരു വലിയ സൈസിലുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. നമുക്കതിൻ്റെ പിക്സൽ എത്ര ഉണ്ടെന്ന്, ഒരു 450 വിഡ്ത്തും ഒരു 550 പിക്സൽ ഹൈറ്റും ഒരു 50 KB നിൽക്കുന്ന രീതിയിലുള്ള ഒരു KB സൈസുമാണ് വേണ്ടത്. ജസ്റ്റ് നമ്മളിവിടെ റീസൈസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് 37.2 KB ആയിട്ട് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം ആ ഇമേജ് നമുക്കിവിടെ താഴെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ഫോട്ടോഷോപ്പിൻ്റെ ഒന്നും ഉപയോഗമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇമേജിൻ്റെ റീസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇമേജ് റീസൈസ് ടൂൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബില്ലിംഗ് നമ്മുടെ ഷോപ്പിൽ വരുന്ന വർക്കുകളുടെയൊക്കെ സർവീസസിൻ്റെയൊക്കെ ബില്ല് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ സ്റ്റോറിൻ്റെ നെയിം കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അത് എപ്പോഴും കൊടുക്കേണ്ട, 1 ടൈം കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് സിസ്റ്റത്തിൽ സേവ് ആയിക്കോളും. ഇവിടെ നമ്മുടെ ഐറ്റംസ് ആഡ് ചെയ്യാൻ, ഇവിടെ വരുന്ന ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഐറ്റംസിൻ്റെ നെയിം കൊടുക്കുക, അതിൻ്റെ പ്രൈസ് കൊടുക്കുക, അതിൻ്റെ സർവീസ് ചാർജ് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ഡെമോയ്ക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. സപ്പോസ് ഒരു എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തു. അതിൻ്റെ പ്രൈസ് ഒരു 120, നമുക്ക് സർവീസ് ചാർജ് ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ഒരു 80 രൂപ ആഡ് ചെയ്തു. ഓക്കെ, നമ്മളിങ്ങനെ ഓരോ ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്യാം. താഴോട്ട് നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്ത ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഫ്യൂച്ചറിൽ വന്ന ഒരു ബില്ല് ആവശ്യപ്പെട്ടാൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, ആഡ് ഐറ്റം കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ കസ്റ്റമറിൻ്റെ നെയിം കൊടുക്കുന്നു, ക്രിയേറ്റ് ബില്ല് കൊടുക്കുന്നു. ഓക്കെ, അക്ഷയ സെൻറ്റർ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഒരു ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അതിന് വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ബില്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനെ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ബാലൻസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ബാലൻസ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്കറിയാം, നമ്മുടെ അക്ഷയമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കസ്റ്റമേഴ്സ് വരുമ്പോൾ പലരും ബാലൻസ് പിന്നെ തരാമെന്ന് പറഞ്ഞ് പോകും. ഓക്കെ, നമ്മൾ അങ്ങോട്ടും കൊടുക്കാൻ കാണും, ഇങ്ങോട്ടും തരാനും കാണും. ഓക്കെ, അപ്പം നമ്മളത് എവിടെയെങ്കിലും ബുക്കിൽ എഴുതിയിടും. കാലക്രമേണ നമ്മളതങ്ങ് മറന്നു പോകും. ഓക്കെ, ഇങ്ങോട്ട് തരാനാണ് വലിയ എമൗണ്ട് എങ്കിൽ വളരെ നഷ്ടത്തിലാണ് ഒന്നാമത് ഇപ്പോഴേ കൊടുക്കുന്നത്, അറിയാമല്ലോ. അപ്പം ആ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ലിംഗ് മാനേജ്മെന്റ് ബാലൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കസ്റ്റമറിന്റെ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഏത് സർവീസ് ആണോ ആ കസ്റ്റമർ ചെയ്തത് കൊടുക്കുക, ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ 500 രൂപയായിരുന്നു കസ്റ്റമർക്ക് ടോട്ടൽ സർവീസ് ആയത്. പുള്ളി ഒരു 450 രൂപ പേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഇവിടെ നമുക്ക് ബാലൻസ് ഒരു 50 രൂപ പേഡ് ചെയ്ത് ബാലൻസ് 450 കാണിക്കുക. അതല്ല പുള്ളി 0 ആണ് പേ ചെയ്തതെങ്കിൽ, അതായത് ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ പുള്ളിയുടെ ബാലൻസ് എമൗണ്ട് ആ 500 രൂപ നമുക്ക് ഇവിടെ കാണിക്കും. നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഈ മൊബൈൽ നമ്പറിൽ വിളിച്ച് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് നമ്മുടെ ബാലൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. കണ്ടോ, അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ബാലൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് എൻക്വയറി മാനേജ്മെന്റ് സിസ്റ്റം. എൻക്വയറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ ഒട്ടനവധി എൻക്വയറീസ് വരാണ്ട് ഓരോ വർക്കിനെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഒരു സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് എൻക്വയറി നടത്താറുണ്ട്. അപ്പം അത്തരം ആൾക്കാരെ നമ്മൾ അതുപോലെ ഒരു ബുക്കിൽ എഴുതിയിടും. പക്ഷേ ഈ സമയത്ത് സർവീസ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓർക്കത്തില്ല, ബുക്കിലും കാണത്തില്ല, എവിടെയാണെന്ന് തപ്പി എടുക്കാനും പാടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് കസ്റ്റമറിൻ്റെ നെയിം,
മൊബൈൽ നമ്പർ, ഏത് കാറ്റഗറിയിലോട്ടാണോ ആ എൻക്വയറി വന്നിരിക്കുന്നത്, ഇത്രയും കാറ്റഗറിയിലെ അതെല്ലാം ഞാൻ ഒരു ഡെമോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഏത് കാറ്റഗറിയിലോട്ടാണോ ആ കസ്റ്റമർ വന്ന് എൻക്വയറി നടത്തിയത് നമുക്കവിടെ സേവ് ചെയ്തിട്ടാൽ മതി. ക്രിയേറ്റ് എൻക്വയറി സേവ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ അഗ്രി സ്റ്റാക്കിൻ്റെ ഒരു വർക്ക് വീണ്ടും ആരംഭിക്കുന്നു. ഓക്കെ, നമുക്കത് ഇവിടെ സെർച്ച് ചെയ്താൽ എടുക്കാൻ പറ്റും. അഗ്രി സ്റ്റാക്കിലൊക്കെ മാത്രമുള്ള എൻക്വയറീസിനെ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് നേടാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ എൻക്വയറി മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ഇമ്പോർട്ടൻ്റ് ടൂളാണ് ബയോഡാറ്റ മേക്കർ. മൈക്രോസോഫ്റ്റിന്റെ വേഡോ അല്ലെങ്കിൽ PDF മേക്കറോ ഒക്കെ അറിയാവുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതാണ് ബയോഡാറ്റ എന്ന് പറയുന്നത്. എന്നാൽ തന്നെ ഒരു 10-15 മിനിറ്റ് നമുക്ക് അതിന് വേണ്ടി നമ്മുടെ വേസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊന്നുമില്ലാതെ ഇതിലൊന്നും ഒരു പരിചയവുമില്ലാത്ത ഒരു ഫ്രഷറായിട്ടുള്ള ഒരു സ്റ്റാഫിന് പോലും എങ്ങനെ ഒരു ബയോഡാറ്റ ചെയ്തു കൊടുക്കാം, വലിയ തിരക്കിനിടയ്ക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ബയോഡാറ്റ എങ്ങനെ ചെയ്തു കൊടുക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോഡാറ്റ മേക്കർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഇവിടെ നമ്മൾ കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ നെയിം കൊടുക്കുക, ആപ്ലിക്കന്റിന്റെ അഡ്രസ്സ് കൊടുക്കുക, ഇതെല്ലാം ഡെമോ കണ്ടന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ആപ്ലിക്കന്റിന്റെ ഒരു ഫോട്ടോ കൊടുക്കുക, ആപ്ലിക്കന്റിന്റെ മൊബൈൽ നമ്പർ കൊടുക്കുക, ആപ്ലിക്കന്റിന്റെ മെയിൽ ID കൊടുക്കുക, ഏത് പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കുക, എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ടൈപ്പ് ചെയ്യുക, കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, കോഴ്സിന്റെ പേര്, ഏത് ബോർഡാണ്, ഏത് ഇയർ ആണെന്നുള്ളതെല്ലാം കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ സപ്പോസ് SSLC ആണെങ്കിൽ അടുത്തൊരു കോഴ്സ് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര കോഴ്സുകൾ വേണമെങ്കിലും ഇവിടെ ആർഡർ കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആപ്ലിക്കന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഓക്കെ, നാഷണാലിറ്റി കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള സെലക്ട് ചെയ്യുക, റിലീജിയൻ ഉണ്ടെങ്കിൽ റിലീജിയൻ ടൈപ്പ് ചെയ്യുക, സിംഗിൾ ആണോ മാരീഡ് ആണോ ഡിവോഴ്സ്ഡ് ആണോ എന്ന് കൊടുക്കുക. അപ്പോൾ മാരീഡ് ആണെങ്കിൽ സ്പോസ് നെയിം ചോദിക്കും, സ്പോസ് നെയിം ആഡ് ചെയ്യുക, ഫാദേഴ്സ് നെയിം കൊടുക്കുക, മദേഴ്സ് നെയിം കൊടുക്കുക, ഓക്കെ, ഡിക്ലറേഷൻ്റെ അവിടെ ഒരു ഡേറ്റ് കൊടുക്കുക, പ്രിന്റ് PDF. ഓക്കെ, വളരെ മനോഹരമായ ഒരു ബയോഡാറ്റ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. അതിന് വേണ്ടുന്ന സമയം എത്രയാണ്? ഒരു 2 മിനിറ്റിനകത്താണ് നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ട് ഒരു ബയോഡാറ്റ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ബയോഡാറ്റ മേക്കർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. അറിയാം, പല എക്സാമിനും നമുക്ക് വേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആണ് അല്ലെങ്കിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ആപ്ലിക്കന്റ് കൊണ്ടുവരുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കാം. ആ ഒരു ഫോട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് അതിനായിട്ട് ഇപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടെങ്കിൽ നമുക്കൊരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്ന് നമ്മൾ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കളറാണോ നമുക്ക് മാറ്റേണ്ടത് ആ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത കളർ ഏതാണോ വേണ്ടത് ആ കളർ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, സിമ്പിളായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പോയിരിക്കുന്നുണ്ടോ? അപ്പോൾ അതെല്ലാം നമുക്കൊരു റെഡ് കളറാണ് വേണ്ടതെങ്കിൽ ഓക്കെ, കണ്ടോ റെഡ് കളർ വന്നുണ്ടോ? അപ്പം ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള ഓൺലൈൻ ടൂളുകളുടെ സഹായം തേടേണ്ടി വരും. ആ ഓൺലൈൻ ടൂളുകളെല്ലാം തന്നെ നമുക്കറിയാം നമ്മുടെ ഡേറ്റ പല ഫ്രോഡ് ഓൺലൈൻ സർവീസസിന് വേണ്ടിയും അവർ ആ ഡേറ്റ കൈമാറും. അപ്പം ഈ സേവനങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് വേറെ ഒരു തേർഡ് പാർട്ടിക്കൊന്നും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഓൺ സെർവറിൽ തന്നെ ഒരു നിശ്ചിത ദിവസത്തേക്ക് മാത്രം ഈ ഡേറ്റ കാണാം. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. 100% സെക്യൂരിറ്റിയോട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ഒരു A4 ഫോട്ടോ പ്രിന്റ് എന്ന് പറയുന്നത്. അറിയാം, നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ നമുക്കൊരു A4 പേപ്പറിൽ ഒരു 10-28 ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നതിന് ഇപ്പോൾ 250 രൂപ 300 രൂപ വരെയാണ് സ്റ്റുഡിയോക്കാർ ഈടാക്കുന്നത്. ആ ഒരു വർക്ക് നമ്മുടെ അക്ഷയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് കവർ ചെയ്ത് ആ ഒരു എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിനകത്തൊന്നും പേടിക്കേണ്ട. സ്റ്റുഡിയോക്കാരൊക്കെ ഇപ്പോൾ അക്ഷയയുടെ വർക്കുകളൊക്കെ ഒരുപാട് ചെയ്ത് അവരും ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചങ്ങോട്ടും അവരുടെ വർക്കുകൾ ഇങ്ങോട്ട് എടുക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ അതിന് വേണ്ടി ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ജസ്റ്റ് കണ്ടോ, ആ ഒരു A4 പേപ്പറിൽ ഏകദേശം ഒരു 32ഓളം ഫോട്ടോ നമുക്കായി. ഇതൊരു A4 ഫോട്ടോ പേപ്പറിലോട്ട് നമുക്ക് ജസ്റ്റ് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അതിനുവേണ്ടി നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഒരു അധിക വരുമാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ദിവസം 2 ഓർഡർ വന്നാൽ അല്ലെങ്കിൽ നമ്മളൊരു ഓഫർ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്ത് നമുക്ക് അധിക ഇൻകം നേടാൻ കഴിയും. അടുത്താണ് റിന്യൂവൽ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, റിന്യൂവൽ മാനേജർ എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്കൊന്ന് പരിചയപ്പെടാം.
റിന്യൂവൽ മാനേജർ പ്രോഗ്രാം ഉപയോഗിക്കുന്നത് ഇയർലി ഉള്ള റിന്യൂവൽ അല്ലെങ്കിൽ മന്ത്ലി ഉള്ള റിന്യൂവലൊക്കെ ഉള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം ഇൻഷുറൻസിൻ്റെ കാർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിനകത്തൊക്കെ നമുക്ക് ഇയർലി റിന്യൂവൽ വരാറുണ്ട്. മിക്കപ്പോഴും ഈ കസ്റ്റമറിനായിരിക്കും ഈ മെസ്സേജ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് നേരിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇന്നത്തെ ഡേറ്റിലോട് വർക്ക് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക, കസ്റ്റമറിൻ്റെ നെയിം കൊടുക്കുക, ഏത് ഐറ്റം ആണെന്നുള്ളത് ഐറ്റം നെയിം കൊടുക്കുക, പർച്ചേസ് എന്താണ് ഇൻഷുറൻസ് ആണോ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണോ മേടിച്ചത് അത് കൊടുക്കുക, കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇയർലി ആ ഒരു ഐറ്റം റിന്യൂവൽ ആവുന്നതിന് ഒരു 25 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ റെഡായിട്ട് വരും. കണ്ടോ, ഈ റെഡായിട്ട് വരുന്ന കസ്റ്റമറിനെ നമുക്ക് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ആ ഒരു റിന്യൂവൽ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഒരു സർവീസ് ചാർജ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് റിന്യൂവൽ മാനേജർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഇമേജ് റീസൈസിൻ്റെ ഒരു പ്രോഗ്രാമാണിത്. ഇതിനകത്ത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഒരു ഗുണം, നമുക്ക് പിക്സൽ വേണമെങ്കിൽ പിക്സൽ ആക്കാം, സെൻറ്റിമീറ്റർ വേണമെങ്കിൽ സെൻറ്റിമീറ്റർ ആക്കാം, ഇഞ്ച് വേണമെങ്കിൽ ഇഞ്ച് ആക്കാം. അപ്പം ഞാനൊരു 5 സെൻറ്റിമീറ്റർ കൊടുക്കാം. 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 5 സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു 96 DPI അവിടെ കൊടുത്തിട്ട് ഒരു ടാർഗറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 50 KB ഉള്ള ഒരു JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലുള്ള ഇമേജ് വേണമെങ്കിൽ JPG ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങോട്ടെങ്കിലും കാട്ടാം. 50 KB കൊടുത്തപ്പോൾ നമുക്ക് 19.6 KB കിട്ടിയിരിക്കുന്നത്. എന്നാൽ തന്നെയും ആ ഒരു ഇമേജിന് യാതൊരുവിധ റെസൊല്യൂഷൻ ക്ലാരിറ്റിയിലും കുറയാതെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ വളരെ സിമ്പിൾ ഒറ്റ ക്ലിക്കോട് കൂടി നമുക്ക് ഈ ഒരു ഇമേജിനെ റീസൈസ് ചെയ്ത് മാറ്റാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇമേജ് റീസൈസ് പ്രോ ടൂൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു മാർക്ക് പെർസെൻറ്റേജ് ആണ്. നമുക്ക് അറിയാം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിരുന്നാൽ തന്നെയും വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 845 മാർക്ക് മേടിച്ചു, ഒരു 1200 ടോട്ടൽ മാർക്ക്, അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതിനെ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ, മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ടൂളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ വാട്സാപ്പിനകത്തൊക്കെ ചിലർ ഫോട്ടോ എടുത്തുകൊണ്ട് വരും. അതായത് ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ അങ്ങനെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആണ്. ചിലപ്പം അറിയാൻ വയ്യാത്തവർ അത് പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം പാൻ കാർഡൊക്കെ ഒരു A4 സൈസിൻ്റെ അപ്പുറം പോകുന്ന പാൻ കാർഡ് സൈസൊക്കെ വരാറുണ്ട്. പ്രിൻ്ററിൻ്റെ സെറ്റപ്പ് അറിയാവുന്നവർക്കൊക്കെ അത് വളരെ ഈസിയാണ്. അത് പേപ്പർ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അലൈൻമെൻറ്റ് നടത്തിയിട്ട് ആ കറക്റ്റ് സൈസിലെടുത്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും യാതൊരുവിധ പരിചയമില്ലാത്ത ഒരു സ്റ്റാഫ് പെട്ടുപോകുന്ന ചില സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് പ്രോജക്റ്റുമായിട്ട് വരും. അവരുടെ പലതരത്തിലുള്ള ചിലപ്പം ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ കൊണ്ട് എടുപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെടുത്തുകൊണ്ട് വരികയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഫോട്ടോസ് വന്നിട്ട് പറയും ഒരു A4 പേപ്പറിൽ ഒരു 5 എണ്ണമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 10 എണ്ണമായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഫോട്ടോഷോപ്പാണ് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പം ആ ഒരു നഷ്ടത്തിന് വേണ്ടി ആ സമയം ലാഭിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. നമുക്ക് സെലക്ട് ആൾ കൊടുക്കുക. ജസ്റ്റ് ഒരു PVC കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് എല്ലാം തന്നെ ഒരു PVC കാർഡ് സൈസിലായി മാറിക്കഴിഞ്ഞു. കണ്ടോ, പിന്നെ നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഡ്രാഗ് ചെയ്ത് അലൈൻമെൻറ്റ് നടത്തി ഒരു പ്രിൻ്റ് ഔട്ട് അങ്ങനെ എടുത്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇപ്പം ഒരുപാട് ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഒരു A4 നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ ഇത് തമ്മിലുള്ള ഒരു അലൈൻമെൻറ്റ്, ഒരു ബ്ലൂ ലൈൻ വരുന്നുണ്ടോ? അപ്പോൾ നമുക്കത് സെയിം അലൈൻമെൻറ്റിൽ തന്നെ ആ ഇമേജൊക്കെ നമുക്ക് ആ ഒരു ബ്ലൂ ലൈൻ്റെ ഹെൽപ്പോടുകൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നമ്മളതങ്ങ് പ്രിൻ്റ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സമയം നഷ്ടമില്ലാതെ, ഇതിപ്പം കറക്റ്റ് അലൈൻമെൻറ്റ് ഒന്നുമില്ല, ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന നമുക്ക് ജസ്റ്റ് വേറൊരു ഇമേജ് ഒരു പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. ആണ്ടേ ഒരു വലിയ ജസ്റ്റ് ഇതിപ്പോൾ നമ്മളൊരു സാമ്പിൾ ഇടുവാണ്. ഈ ഒരു ഇമേജിനെ നമുക്ക് പല സൈസിലോട്ടോ അല്ലെങ്കിൽ പല ഷേപ്പിലോട്ടോ നമുക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം പല സമയത്തും പരിവാഹനകത്ത്
PDF അപ്ലോഡ് ചെയ്യാനുള്ള ഇഷ്യൂസ് ഒക്കെ നേരിടാനുണ്ട്. അപ്പം നമുക്ക് ഇമേജ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ നേരിടുന്ന ഒരു വളരെ പ്രശ്നമാണ് ഈ ആധാർ കാർഡിന്റെ രണ്ട് സൈഡും രണ്ട് ഇമേജ് ആയിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ രണ്ട് ഇമേജിനെ നമ്മൾ ഒരു ഫ്രണ്ട് ഇമേജ് ഒന്ന് ബാക്ക് ഇമേജ് ഒന്ന് അങ്ങനെ വരും. അപ്പം PDF ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇത് രണ്ടും ഒറ്റയടിക്കാനൊക്കെ കയറി പോകും. അതല്ലെങ്കിൽ ഈ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒറ്റ പേപ്പറിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത പലപ്പോഴും നേരിടാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഇമേജ് കൺവെർട്ടർ അല്ലെങ്കിൽ ഇമേജ് പ്രിന്റ് ടൂൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു ലാൻഡ് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ടൂൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അറിയാം, ഒരാൾ നമ്മുടെ അക്ഷയയിലോട്ട് വന്നിട്ട് അയാളുടെ ലാൻഡ് ടാക്സ് വന്നിട്ട് പറയുക ഇതിനകത്ത് എത്ര സെന്റ് ഉണ്ടെന്നൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് ഇതിന് അടിക്കണം. ഓക്കെ, വേണ്ട, നമുക്കതിന് വളരെ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാം. ഒരു 5 6 ഉണ്ട്, ഒരു 45 സ്ക്വയർ മീറ്റർ ഉണ്ട്, എത്ര സെന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ 13.47 സെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല പുള്ളിക്ക് അത് എത്ര ആറുണ്ടെന്ന് അറിയണമെങ്കിൽ ആർസിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതല്ല എത്ര ഏക്കർ ഉണ്ട്, ഏക്കറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എത്ര ഹെക്ടർ ഉണ്ട്, ഹെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്ററിൻ്റെ ഒന്നും സഹായമില്ലാത്ത നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അടുത്തൊരു ടൂളാണ് SSLC പെർസെൻറ്റേജ് ടൂൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം പല ആപ്ലിക്കേഷനും SSLCയുടെ പെർസെൻറ്റേജ് മാർക്കുകൾ ചോദിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഫുൾ A+ നേടിയ ഒരാളുടെ ഗ്രേഡ് നമുക്ക് വളരെ എളുപ്പം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് നമുക്ക് വളരെ എളുപ്പം പറഞ്ഞ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ ഒരു മിക്സഡായിട്ട് ഗ്രേഡ് നേടിയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് പാടാണ്. കാരണം ഓരോ ഗ്രേഡ് എന്ന് പറയുന്നതും ഓരോ സീരീസ് ആയിട്ടാണ്. ഇപ്പോൾ 72 75 അല്ലെങ്കിൽ 62 65 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് മിക്സഡ് ആയിട്ടുള്ള ഗ്രേഡ് കിട്ടിയ ഒരു SSLC സർട്ടിഫിക്കറ്റിൻ്റെ മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പേപ്പറിന് ഒരു A+ കിട്ടി, A കിട്ടി, അടുത്തതിനൊരു B+ വന്നു, അടുത്തതിനൊരു A+ വന്നു, അടുത്തതിനൊരു B വന്നു, അടുത്തതിനൊരു C+ വന്നു, പിന്നൊരു D+, പിന്നൊരു B, പിന്നൊരു C+, പിന്നൊരു A, പിന്നൊരു A+. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡുകളിൽ വന്ന ഒരു SSLCയുടെ മാർക്ക് ലിസ്റ്റാണിത്. നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് റിസൾട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ട് 71% എന്ന് കിട്ടി. ഇല്ലെങ്കിൽ നമ്മളിത് ഓരോന്നും A 90 to 95, B 80 to 85 അതെല്ലാം എടുത്തിട്ട് അതിൻ്റെ എല്ലാം ആവറേജ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് ഈ ഗ്രേഡ് കാൽക്കുലേറ്റർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത് പറയുന്നത് 4x6 ഫോട്ടോ പ്രിൻ്റ് ആണ്. നേരത്തെ നമ്മൾ A4 ഫോട്ടോ പ്രിൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4x6 നമുക്ക് വളരെ 8 ഫോട്ടോ വളരെ സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ, സിമ്പിളായിട്ട് ഒരു 8 ഫോട്ടോ നമുക്ക് 4x6 പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും, യാതൊരുവിധ ഫോട്ടോഷോപ്പിൻ്റെ ഒന്നും സഹായമില്ലാതെ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ആധാർ ഫോം എഡിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അഡ്രസ് ഫോം പലരും എഴുതി തെറ്റിച്ചുകൊണ്ട് വരുന്ന ഒരു ഫോമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫോമുകൾ അതിനുവേണ്ടി നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പം ഇതിനോട് ഒരു പരിഹാരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ നമ്മുടെ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആധാർ ഫോം എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ അതിനായിട്ട് നമ്മൾ നമ്മുടെ സ്ഥലങ്ങളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പേരുകളും അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മുടെ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുന്ന പേരുകളെല്ലാം തന്നെ നമുക്കിവിടെ നേരത്തെ പ്രീ ഫില്ല് ചെയ്ത് വെക്കാൻ കഴിയും. അങ്ങനെ ഞാൻ എൻ്റെ സെൻറ്ററിൽ പ്രീ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസാണ് ഈ കാണുന്നതല്ല. അപ്പം നമുക്കുമായിട്ട് നിരന്തരം സെൻറ്ററുകളിൽ വരുന്ന സ്ഥലപ്പേരുകളെല്ലാം ഇവിടെ സേവ് ചെയ്തിടാൻ പറ്റും. സ്ഥലപ്പേരുകളോ അല്ലെങ്കിൽ ആളുകളുടെ പേരോ അല്ലെങ്കിൽ പിൻകോഡോ നമുക്കതെല്ലാം ഇവിടെ സേവ് ചെയ്തിടാൻ പറ്റും. അതിനുശേഷം നമ്മളിവിടെ ഒരു ആധാർ കാർഡ് അപ്ഡേറ്റ് ഫോം നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ആഡ് ടെസ്റ്റ് ഫീൽഡ് കൊടുക്കുക, ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഡെമോ ആണ്. ഓക്കെ, ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. കെയർ ഓഫ് വേണ്ട, കെയർ ഓഫിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പോൾ. ഓക്കെ, നമ്മളൊരു വീട്ടുപേര് കൊടുക്കുക. ഇപ്പോൾ റോഡ് സ്ട്രീറ്റ്, ഇപ്പം എൻ്റെ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നോർത്ത് മൈനാപ്പിളി ആണെങ്കിൽ സിമ്പിളായിട്ട് നോർത്ത് മൈനാപ്പിളി കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ ലാൻഡ് മാർക്ക് കൊടുക്കുക, അതല്ല ഏരിയ ആണെങ്കിൽ ഏരിയ കൊടുക്കുക. വില്ലേജ് കൊടുക്കുക. ഇതെല്ലാം പൊസിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടി ഞാനൊന്നും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ വില്ലേജ് മൈനാഗപ്പള്ളിയാണ്. ഓക്കെ, ഇവിടെ മൈനാഗപ്പള്ളി കൊടുക്കുക.
അടുത്ത പോസ്റ്റ് ഓഫീസ് നോർത്ത് മൈനാപ്പള്ളി ആണെങ്കിൽ നോർത്ത് മൈനാപ്പള്ളി എന്നുള്ളത് ഒരു വില്ലേജ് കൊടുക്കുക. അടുത്ത ഡിസ്ട്രിക്റ്റ് കൊല്ലം കൊടുക്കുക. അടുത്ത സ്റ്റേറ്റ് കേരള. ഓക്കെ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ടൈം ലാഭിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രിന്റ്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഒരുപാട് ടൈം നീട്ടുന്നില്ല. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആധാർ ഫോം, ഇതിപ്പോൾ അലൈൻമെന്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടത് വേണ്ട ഈ ഹൗസ് നെയിം നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കും. വളരെ സിമ്പിളായിട്ട് ഒരു 2-3 മിനിറ്റിനകത്ത് നമുക്കിത് 2-3 മിനിറ്റ് വേണ്ട, 1 മിനിറ്റിനകത്ത് നമുക്കിങ്ങനെ ഒരു ഫോം പ്രിന്റ് ഔട്ട് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സേവന നിരക്ക് ഈടാക്കാൻ കഴിയും. ഓക്കെ, ഇത്രയുമാണ് AI ടൂൾസ് എന്ന് പറയുന്നത്. ഏകദേശം 20ഓളം ടൂൾസ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്താണ് ഫോംസ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം പലരും ആ ഫോമുണ്ടോ ഈ ഫോമുണ്ടോ എന്നൊക്കെ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രശ്നത്തിന് പരിഹാരമായി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 60ഓളം ഫോംസുകൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു മാരേജിൻ്റെ ഫോമുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു മെമ്പറുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കേണ്ട ഒരു ഫോമുണ്ട്. സോറി, ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു. ഓക്കെ, അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു ഫോം 2 വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം അത്തരത്തിൽ നമുക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ഫോംസുകളും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി വേറെ എങ്ങും തേടി അലയേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോൾ പ്രവാസിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവാസി വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രവാസി വൈഫിൻ്റെ കൺസെൻറ്റ്, പ്രവാസി ഫോം 1B, പ്രവാസി ലൈഫ് സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ള എല്ലാ ഫോമുകളും നമ്മൾ ഇതിനകത്ത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഫോംസ് എന്ന് പറയുന്ന മോഡ്യൂൾ. അടുത്ത ഡൗൺലോഡ്സ്. ഓക്കെ, ഡൗൺലോഡ്സ് എന്ന് പറയുന്ന മോഡ്യൂൾസിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ആധാറിൻ്റെ അറ്റസ്റ്റേഷൻ ഫോർമാറ്റ്. കാരണം പലരും പല രീതിയിൽ തെറ്റിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോം, ഒരു ഫോട്ടോ എടുത്ത് വിട്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ നമ്മുടെ ആധാറുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും അതുപോലെ നമ്മുടെ പ്രൈസ് ചാർട്ടും അതെല്ലാം നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എപ്പോഴെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്കത് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഓരോ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ സർവീസസിനും പറ്റിയുള്ള പരസ്യങ്ങൾ ഇട്ട് തരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പോസ്റ്റേഴ്സ് നടന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്കത് ഡയറക്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വാട്സാപ്പ് ത്രൂ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പല രീതിയിലുള്ള ട്രോൾ രീതിയിലൊക്കെയുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി തരുന്നത്. അടുത്താണ് അക്സസറീസ് എന്ന് പറയുന്നത്. അക്സസറീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 ഒരു ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കുകളായിട്ട് ബന്ധപ്പെട്ട മന്ത്രയുടെ ഡിവൈസസ് ഒക്കെ ബൈ ചെയ്യാനുള്ള ഓൺലൈൻ സൈറ്റുകളുടെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്ത് തരുന്നത്. അപ്പം ഏറ്റവും നല്ല വിലക്കുറവുള്ള സേവനദാതാവ് സെല്ലറെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ലിങ്ക് ആയിരിക്കും നമ്മളിവിടെ ഇട്ട് തരുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഡെയിലി വരുന്ന ന്യൂസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും രാവിലെ പത്രമെല്ലാം കംപ്ലീറ്റ് വായിക്കാൻ കഴിയില്ല, അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡെയിലി വരുന്ന ന്യൂസുകളൊക്കെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കുകളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ട്യൂട്ടോറിയൽ വഴി നമ്മുടെ വീഡിയോസും നമുക്ക് യൂട്യൂബിൽ നിന്ന് വല്ല മനസ്സിലാക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇനി കുറേ വീഡിയോസ് ചെയ്ത് ഇടുന്നുണ്ട്. പുതിയ സർവീസുകളുടെ എല്ലാം വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായകരമായ ഒരു ടൂളാണ് വീഡിയോസ് ടൂള്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഓഫീസ് ടൂൾസ്. ഈ ഓഫീസ് ടൂൾസിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെൻറ്ററിൻ്റെ നിത്യേനയുള്ള വരുമാനം, മന്ത്ലി വരുമാനം, വാർഷിക വരുമാനം, സ്റ്റാഫിൻ്റെ സാലറി കാൽക്കുലേഷൻ, സാലറിൻ്റെ ലീവ് കാൽക്കുലേഷൻ തുടങ്ങിയ ഒരു നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറാണ് ഈ സാലറി ടൂളായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സ്റ്റാഫിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റാഫിനെ നമുക്കിവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ സ്റ്റാഫിൻ്റെ പേര് കൊടുക്കാം, അവരുടെ മന്ത്ലി സാലറി എത്രയാണെന്നുള്ളത് വെച്ച് ആഡ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ നമുക്കിവിടെ പുതിയൊരു സ്റ്റാഫിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് താഴോട്ട് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ നമ്മൾക്ക് സാലറി പാക്കേജാണ്. അവർ ഓരോ മാസം നമുക്ക് സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ, സാലറി അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റാഫിന് അവർ അഡ്വാൻസ് മേടിക്കാറുണ്ട് സ്റ്റാഫുകൾ. അപ്പം നമുക്കവിടെ അഡ്വാൻസ് എല്ലാം ആഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ സ്റ്റാഫിന് നമ്മൾ ഇനി എത്ര എമൗണ്ട് അങ്ങോട്ട്
കൊടുക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ മന്ത്ലി റിപ്പോർട്ടാണ്. മന്ത്ലി റിപ്പോർട്ട് ഓരോ സ്റ്റാഫും ഓരോ ദിവസം എത്ര എമൗണ്ട് കളക്ട് ചെയ്തു എന്ന് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇവിടെ അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ഓരോ ദിവസവും ഒരു സ്റ്റാഫ് എത്ര രൂപ ഏൺ ചെയ്തു, എത്ര രൂപ എത്ര അറ്റൻഡൻസ് ആബ്സെൻ്റ് ആയിരുന്നോ പ്രസൻ്റ് ആണോ എന്നെല്ലാം നമുക്കിവിടെ അറിയാൻ കഴിയും. ഈ ഡെയിലി കളക്ഷൻ എന്നുള്ളിടത്താണ് ഓരോ സ്റ്റാഫിൻ്റെയും ഡെയിലി ഉള്ള വരുമാനം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ കലണ്ടർ ഉണ്ട്, കലണ്ടർ ഫ്രണ്ട് ഓർ ബാക്ക് എടുക്കാം, അല്ലെങ്കിൽ കറണ്ട് ഡേറ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഓരോ സ്റ്റാഫും അറ്റ് പ്രസൻ്റ് ആണെങ്കിൽ പ്രസൻറ്റ് കൊടുക്കുക, ആബ്സെൻ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, ദെൻ ആ സ്റ്റാഫിൻ്റെ കളക്ഷൻ ഇവിടെ എൻ്റർ ചെയ്യുക, സേവ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് എത്ര സ്റ്റാഫ് ഉണ്ടോ അത്രയും സ്റ്റാഫ് ആ ഡെയിലി കളക്ഷൻ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡെയിലി ടോട്ടൽ കളക്ഷൻ ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മുടെ മന്ത്ലി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് 30-ാം തീയതി വരെ നമുക്ക് എത്ര ഇൻകം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് ചോദിച്ചാൽ നമുക്കിവിടെ അറിയാൻ പറ്റും. അതല്ല നമുക്കൊരു ഇയർലി ഉള്ള ഇതറിയണമെങ്കിൽ അപ്പോൾ ജനുവരി തൊട്ട് സൈറ്റ് ഡേറ്റ ഇല്ല, ഡേറ്റ ഏതാണ്ട് ജൂലൈ തൊട്ടുള്ള ഡേറ്റയേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കലണ്ടർ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കലണ്ടർ പീരീഡിൽ നമ്മുടെ സെൻറ്ററിൽ എത്ര രൂപ കളക്ഷൻ കിട്ടി, ഓരോ സ്റ്റാഫിനും എത്ര രൂപ അവർ ഏൺ ചെയ്തു എന്നെല്ലാം വളരെ വ്യക്തമായി അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ സാലറി മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ടൂളാണ് ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നത്. ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുമ്പോൾ നമ്മുടേതായ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും പ്രോഡക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പം അങ്ങനെ ഇപ്പം ഞാനൊരു 2 സാമ്പിൾ ഇമേജ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു വലിയ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം അതിനുവേണ്ടി അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ സ്റ്റോർ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രോഡക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം കസ്റ്റമേഴ്സിന് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നത് മേടിച്ച് കൊടുപ്പിക്കാം. അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് മേടിക്കണമെങ്കിൽ അതിൽ നിന്നും മേടിക്കാം. പക്ഷേ നമുക്കൊരു 20-30% ഒക്കെ നമുക്ക് അതിനകത്ത് ഒരു ഓഫർ കിട്ടും. ഓക്കെ, അടുത്തതാണ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അക്ഷയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാത്ത കുറേ വർക്കുകൾ നമ്മളിവിടെ അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റാഫിനെ കൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഇൻകം നേടാൻ കഴിയും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പ്രോജക്ട്സ് എന്ന് പറയുന്ന അതെല്ലാം ഫ്യൂച്ചറിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് 2-3 മാട്രിമോണിയിലൊക്കെ ഇപ്പം നമ്മൾ ഉടനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതൊക്കെ രജിസ്ട്രേഷനൊക്കെ നമുക്ക് വേറെ സർവീസ് ചാർജുകളൊന്നും എക്സ്ട്രാ പോവാതെ ആ ഒരു ചെയ്യുന്ന സർവീസ് ചാർജ് ഫുൾ അക്ഷയയ്ക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളത് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഓക്കെ, അപ്പം ഏകദേശം എല്ലാ മോഡ്യൂൾസും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, താങ്ക്സ്.